ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോഹന്നാൻ്റെ ലേഖനം ചില ദിവസങ്ങളായിട്ട് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. യോഹന്നാൻ എഴുതുന്ന പശ്ചാത്തലവും ആ സാഹചര്യങ്ങളും ഒക്കെ നമ്മൾ പല പ്രാവശ്യം ഈ ലേഖനത്തെ ചിന്തിക്കുമ്പം ഞാൻ ഇടയ്ക്ക് നമ്മൾ പ്രസ്താവിച്ചിട്ടുള്ളതാണ്. അത്തരം ഒരു സാഹചര്യത്തിൽ ആത്മീയമായ ചില യാഥാർത്ഥ്യങ്ങളെ, അവ യാഥാർത്ഥ്യമല്ല, ആ അനുഭവങ്ങളൊന്നും യാഥാർത്ഥ്യമല്ല എന്ന് വാദിക്കുന്ന ചില ആൾക്കാരോട്, എന്ന് മാത്രമല്ല സുവിശേഷത്തെ വെറും ഒരു ഫിലോസഫി പോലെ ആക്കി മാറ്റാനും അത് മനുഷ്യൻ്റെ മനസ്സിന് അന്ന് നിലവിലിരുന്ന ചില ചിന്താഗതികൾക്കുമൊക്കെ അനുയോജ്യമായി തീരാനായിട്ട് അതിൻ്റെ അറ്റവും ചിറകും ഒക്കെ അരിഞ്ഞ് ലോകപ്രകാരം അക്സെപ്റ്റബിളായിട്ടുള്ള ഒരു സുവിശേഷമാക്കി മാറ്റാനായിട്ടുള്ള പരിശ്രമം ചെയ്യുന്ന ഒരു കാലയളവിലാണ് നമ്മൾ ഈ ലേഖനം വായിക്കുന്നത്, ലേഖനം യോഹന്നാൻ എഴുതുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ആ തത്വശാസ്ത്രത്തെയും അതുപോലുള്ള കാര്യങ്ങളെയും മനസ്സിൽ വെച്ചുകൊണ്ടാണ് യോഹന്നാൻ അപ്പോസ്തലൻ ഇത് എഴുതുന്നത് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. നമ്മൾ ഇന്നലെ ചിന്തിച്ചതുപോലെ ആത്മാവ്, രക്തം, ജലം എന്നിവ ഈ മൂന്നിൻ്റെയും സാക്ഷ്യം ഒന്ന് തന്നെ എന്ന് പറയുന്നതിൻ്റെ ആവശ്യകത നമുക്ക് പെട്ടെന്നതൊരു ഒരു 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 പരസ്പര ബന്ധമില്ലാതെ ആണോ ഈ പറഞ്ഞേക്കുന്നത്, ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താ, അല്ലെങ്കിൽ മറ്റുള്ള ചില സ്ഥലങ്ങളിലൊക്കെ പറഞ്ഞേക്കുന്ന പോലെ വിശ്വാസികൾ ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യരുത് എന്നൊന്നും അല്ലല്ലോ ഈ പറഞ്ഞേക്കുന്നത്, മറിച്ച് ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ നമ്മൾ പെട്ടെന്ന് ചിന്തിച്ചു പോകും. എന്നാൽ ഈ തത്വശാസ്ത്രം എന്താണെന്നും അവരുടെ പഠിപ്പിക്കൽ എന്താണെന്നും നമ്മൾ ആ പെർസ്പെക്റ്റീവിൽ നമ്മളതിനെ കാണുമ്പോൾ ആ പറയുന്ന കാര്യങ്ങളൊക്കെ അർത്ഥവത്താണെന്നും ഈ ലോകത്തിൽ കർത്താവ് വന്നു എന്നും കർത്താവ് ജീവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയി എന്ന് നമ്മൾ വിശ്വസിക്കുകയും പറയുകയും ചെയ്യുന്ന കാര്യങ്ങളും കർത്താവിൻ്റെ നാമത്തിൽ നമുക്ക് ഈ ലോകത്തിൽ ലഭിച്ചിരിക്കുന്നതായിട്ടുള്ള ആത്മീയ അനുഭവങ്ങൾ, ഉറപ്പുകൾ, ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ് എന്നുമുള്ള അർത്ഥത്തിലാണ് അവയൊക്കെ പറയപ്പെട്ടിരിക്കുന്നതെന്നും ആ ദൈവപുത്രൻ നമ്മളോട് അരുളി ചെയ്ത ആ സാക്ഷ്യം വിശ്വസനീയമാണ് എന്നുള്ളത് 100% നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നതും യാഥാർത്ഥ്യവുമാണ്. അല്ലാതെ തത്വശാസ്ത്രക്കാർ പറയുന്നത് പോലുള്ള ചില ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്തതും നിങ്ങൾ ഇന്നുവരെ അനുഭവിച്ച കാര്യങ്ങളെല്ലാം അയാഥാർത്ഥങ്ങളാണ്. കാരണം ഞങ്ങളുടെ തിയറി അനുസരിച്ച് അങ്ങനെ ഒരിക്കലും ദൈവത്തിന് വരാൻ കഴിയത്തില്ല, ദൈവത്തിന് വെളിപ്പെടാൻ കഴിയത്തില്ല, രക്ഷിക്കപ്പെടാൻ കഴിയത്തില്ല, രക്ഷ അനുഭവിക്കാൻ കഴിയത്തില്ല, വിശുദ്ധീകരിക്കപ്പെടുവാൻ കഴിയത്തില്ല. എന്നാൽ എന്നെങ്കിലും ഒരിക്കൽ ആ ദിവ്യജ്ഞാനത്തിൻ്റെ വെളിപ്പാട്, ബോധോദയം നിങ്ങൾക്കുണ്ടാകും. ആ ബോധോദയം ഉണ്ടാകുന്നതോടുകൂടെ നിങ്ങൾക്ക് ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ പ്രാപ്യമാകും. ഞങ്ങൾക്കതൊക്കെ ആ ബോധോദയം ഉണ്ടായി, അങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നത് എന്നുള്ള ഒരു അർത്ഥത്തിൽ ഇന്ന് വരെ അനുഭവിച്ച കാര്യങ്ങളെ എല്ലാം യാഥാർത്ഥ്യമല്ലെന്നും ഈ ഏതോ ഒരു പ്രത്യേക ആത്മീയാനുഭവത്തെക്കുറിച്ച് അവർ പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് മാത്രമാണ് യാഥാർത്ഥ്യമെന്നും പറയുന്ന ഒരു സാഹചര്യത്തിലാണ് വളരെ വ്യക്തമായിട്ട് കർത്താവിനെക്കുറിച്ചും കർത്താവിൻ്റെ സാക്ഷ്യത്തെക്കുറിച്ചും സ്വർഗത്തിൽ നിന്ന് കർത്താവിനെക്കുറിച്ച് പറയുന്ന സാക്ഷ്യത്തെക്കുറിച്ചും ഒക്കെ യോഹന്നാൻ പ്രതിപാദിക്കാനായിട്ട് ഇടവരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അങ്ങനെ നമ്മൾ ഇന്ന് വായിച്ച ഭാഗത്ത് കർത്താവിൻ്റെ ദാസൻ ആദ്യത്തെ ഭാഗം വളരെ വ്യക്തമായിട്ട് നമ്മളോട് പങ്കുവെച്ചുവല്ലോ. നമുക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ എന്ന് അവിടെ എഴുതിയേക്കുകയാണ്. നമ്മൾ കേട്ടതുപോലെ തന്നെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ആ വിശ്വസിച്ച നിമിഷം തന്നെ അവൻ്റെ നിത്യജീവൻ്റെ അനുഭവം തുടങ്ങുകയാണ് എന്ന് നമുക്ക് ഒരു അർത്ഥത്തിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയും. നമ്മൾ പാട്ടിലൊക്കെ പാടുന്ന പോലെ ഭൂവിൽ സ്വർഗജീവിതം ആരംഭിച്ചു കഴിഞ്ഞു. എബ്രായർക്ക് എഴുതുന്ന ലേഖനത്തിൽ വായിക്കുന്നത് പോലെ വരുവാനുള്ള ലോകത്തിലെ ശക്തിയും ആസ്വദിച്ചവർ. അപ്പോൾ ഈ ലോകത്ത് ജീവിക്കുന്ന അവസരത്തിൽ തന്നെ ഈ സ്വർഗീയ ജീവിതത്തിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ്, ഒരു ചെറിയൊരു ഒരു നിലവാരത്തിൽ ഈ സ്വർഗീയ ജീവിതം ഇവിടെ വെച്ച് തന്നെ പരിശുദ്ധാത്മ നിറവിനാലും ദൈവകൃപയാലും ആസ്വദിക്കാൻ തക്കവണ്ണം കർത്താവ് നമുക്കിടയാക്കി തീർക്കും. എന്ന് വെച്ച് നമ്മൾ വേറെ ഡയമെൻഷനിലേക്ക് മാറുമെന്നോ സമയമില്ലാതാകുമെന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിലയിലുള്ള അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്ന നിലയിലേക്കാകും എന്നുള്ളതല്ല പറയുന്നത്. ഈ ലോകത്ത് വെച്ച് തന്നെ നമുക്ക് നിത്യജീവൻ ഉണ്ട് എന്നുള്ള ഉറപ്പിലേക്ക് ഒരു വ്യക്തിക്ക് വരാനായിട്ട് കഴിയും. നിത്യജീവൻ നമുക്ക് ലഭിക്കും എന്ന് നമുക്കുണ്ട്, അതുണ്ടാകും എന്നുള്ള രണ്ട് നിലകളിൽ ദൈവത്തിന്റെ വചനത്തിൽ അത് പറയപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്കറിയാമല്ലോ. അത് അപ്പോൾ തന്നെ
ആത്മാവിൽ ഈ കാര്യങ്ങളെല്ലാം അനുഭവിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ള ഒരു അർത്ഥത്തിലാണ് അത് ഇവിടെ പറയപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ആത്മാവിൽ ഒരു മനുഷ്യനെ നമ്മൾ വിലയിരുത്തുമ്പോൾ അവന് ഉള്ള ബുദ്ധിയും അവൻ്റെ ശരീരവുമാണ് അവനെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം, അല്ലെങ്കിൽ അവൻ്റെ നിലനിൽപ്പിൻ്റെ തെളിവുകൾ എന്ന് നമുക്ക് തോന്നാമെങ്കിലും ദൈവത്തിൻ്റെ സന്നിധി, ദൈവവചനപ്രകാരം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അവൻ്റെ ആത്മാവ്, അവൻ്റെ ശരീരവും മനസ്സും ഒന്നും അല്ല പ്രധാനപ്പെട്ട കാര്യം. ദൈവസ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട ആത്മാവ് അവനുണ്ട്. ഈ ആത്മാവിനെയാണ് കർത്താവ് വീണ്ടെടുത്തിരിക്കുന്നത്. ഈ ആത്മാവുമായിട്ടാണ് കർത്താവ് സംസർഗം ചെയ്യുന്നത്. ഈ ആത്മാവാണ് ദൈനംദിനം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമുക്കറിയാം. അപ്പോൾ ആത്മാവിൽ ദൈവവുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു വ്യക്തിക്ക് ദൈവം യാഥാർത്ഥ്യമാണെന്നും അവന് നിത്യജീവൻ ഉണ്ടെന്നും ഉള്ള യാഥാർത്ഥ്യം അവന് മനസ്സിലാക്കാനായിട്ട് കഴിയും. നമുക്ക് ഇന്നലെ തന്നെ ബിജോ ബ്രദർ പറഞ്ഞല്ലോ, ഒരു ദൈവദാസനോട് ചോദിച്ചു എന്താണ് അതിൻ്റെ ഉറപ്പ്. അതിൻ്റെ ഉറപ്പ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ആത്മാവിനോട് ചേർന്ന് ഞാൻ ദൈവത്തിൻ്റെ പൈതലാണെന്ന് പറയുന്ന സാക്ഷ്യമാണ് അതിൻ്റെ ഉറപ്പ്. അപ്പോൾ ആന്തരികമായിട്ടുള്ള ഒരു ഉറപ്പിലും ആ സാക്ഷ്യത്തിലും അല്ലെങ്കിൽ ഒരു നിറവിലും ജീവിക്കാനായിട്ട് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ വിശ്വാസത്താൽ കടന്നു വന്ന ഒരു വ്യക്തിക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചുള്ള. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ പറയുന്ന പല ഭാവി കാര്യങ്ങളും സ്വർഗീയമായ കാര്യങ്ങളും നമ്മൾ ഇന്ന് അനുഭവിച്ചിട്ടില്ലെങ്കിൽ തന്നെ നമുക്ക് 100% നമുക്ക് ഉറപ്പ് പറയാനായിട്ട് കഴിയുന്ന ഒരു കാര്യമാണ്, നമുക്ക് നിത്യജീവൻ ഉണ്ട്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാൻ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ ആകുവാൻ അധികാരം കൊടുത്തു. പുത്രനുള്ളവന് ജീവനുണ്ട്, പുത്രനില്ലാത്തവനോ ജീവനെ കാണുകയില്ല. പുത്രനുള്ളവർ മരണം വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്നൊക്കെയുള്ള യഥാർത്ഥമായ കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനം നമ്മളോട് അടിവരയിട്ട് പറയുന്നത് നമുക്ക് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഇനി നിത്യജീവൻ കർത്താവിൻ്റെ വരവിങ്കൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും അതിനെ സംബന്ധിച്ചുള്ള ഭാവി കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ നാം വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും നമുക്ക് നിത്യജീവൻ ഉണ്ട്. അവരുടെ തിയറി അനുസരിച്ച് നമുക്കറിയാം നിത്യജീവൻ ഉണ്ടെന്നൊന്നും ഇപ്പോഴൊന്നും പറയാൻ പറ്റത്തില്ല. അതൊന്നും ഒരു ഉറപ്പും അതിനൊന്നുമില്ല. ഒരുപക്ഷെ ഉണ്ടായേക്കാം, ഒരുപക്ഷെ ഇല്ലാതിരിക്കാം എന്നുള്ള നിലയിലുള്ള അവരുടെ ചിന്താഗതിയെ ഖണ്ഡിച്ചുകൊണ്ടാണ്. ഇവിടെ മാത്രമല്ല, നമുക്കറിയാമല്ലോ പല കാര്യങ്ങളും യോഹന്നാൻ കഴിഞ്ഞ അധ്യായങ്ങളിൽ പറയുമ്പോഴും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്, ഈ പറയുന്ന ജ്ഞാനവാദികളുടെ വാദങ്ങളെ ഖണ്ഡിക്കുവാനായിട്ട് അദ്ദേഹം ആഗ്രഹിച്ചുകൊണ്ടാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് നമുക്കിവിടെ ഒരു ഖണ്ഡനമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ നമുക്കറിയാമല്ലോ, സുവിശേഷം എഴുതിയപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് വേണ്ടി ഞാനിത് എഴുതിയിരിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ വായിക്കുന്നത് നിത്യജീവൻ നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് വേണ്ടി. നമുക്കറിയാം ഏറ്റവും അവസാനത്തെ സമയത്ത് എഴുതുന്ന ഒരു ലേഖനമാണെന്നും AD 80-85 സമയത്ത് ആ കാലഘട്ടമൊക്കെയാണ് ഇതിനു വേണ്ടി പറയപ്പെടുന്നതെന്നും സുവിശേഷങ്ങളും ലേഖനങ്ങളും ഒക്കെ എഴുതപ്പെട്ടത് ഈ കാലയളവിലാണ്. യോഹന്നാൻ്റെ ലേഖനങ്ങളെക്കുറിച്ച് നമുക്കറിയാമല്ലോ. അദ്ദേഹം യെരുശലേം നശിപ്പിക്കപ്പെടുന്നവരെ അവിടെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ഏഷ്യ മൈനറിലേക്ക് കടന്നു വരികയും പത്മോസിലേക്ക് നാടുകടത്തപ്പെടുകയും ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് അറിവുള്ള വിഷയങ്ങളാണല്ലോ. അപ്പോൾ അദ്ദേഹം ഈ ഒരു സാഹചര്യത്തിൽ മറ്റ് അപ്പോസ്തലന്മാരൊക്കെ മരിച്ച് ദൈവസന്നിധിയിൽ അവര് സന്നിധിയിലേക്ക് കടന്നുപോയി. അദ്ദേഹം ഈ ലോകത്തുണ്ട്, അദ്ദേഹത്തിന് ഇനിയും ചില വർഷങ്ങൾ ജീവിച്ചിരിക്കാനായിട്ടുണ്ടെന്നുള്ളതും അദ്ദേഹം വളരെ ആ ഒരു പശ്ചാത്തലവും നമുക്കറിയാം. അപ്പൊ ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ്, ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു ദൈവത്തിന്റെ പൈതലിന് അവൻ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ഉറപ്പുണ്ടാകും. ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള ഉറപ്പില്ലാത്ത ഒരുവൻ ദൈവ പൈതലല്ല. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നത് ഒരു ദൈവത്തിന്റെ പൈതലിന് ഉള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അവന്റെ പ്രത്യാശയല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് സഹോദരന്മാരോടുള്ള സ്നേഹത്തെക്കുറിച്ചും നിങ്ങളുടെ പ്രത്യാശയെക്കുറിച്ചും. അപ്പോൾ എവിടെ രക്ഷയെക്കുറിച്ച് ലേഖനങ്ങളിലും ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടോ ആ ഭാഗങ്ങളിലൊക്കെ പ്രധാനമായും മെൻഷൻ ചെയ്യപ്പെട്ടിരിക്കുന്ന കാര്യമാണ് ഈ പ്രത്യാശ എന്നുള്ളതും ഈ ഭാവി കാര്യങ്ങളെക്കുറിച്ചുള്ള ഉറപ്പിന്റെ പുറത്തും ഭാവി കാര്യത്തിൽ ആ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ള ഉറപ്പ്
നമുക്ക് പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് പകരപ്പെട്ടതുകൊണ്ട് അതാണ് ദൈവം ഉദ്ദേശിക്കുന്നതെന്നും ദൈവത്തിന്റെ വചനത്തിൽ പറയപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാം. എഫേസ്യർ എന്ന ലേഖനം 1-ാം അധ്യായം 13-ാം വാക്യത്തിൽ 14-ാം വാക്യത്തിലും 2 കൊരിന്ത്യർ ലേഖനത്തിലും ഒക്കെ നമ്മൾ വായിക്കുന്നത് അതിനു വേണ്ടി ഞങ്ങളെ ഒരുക്കിയത് അച്ചാരമായി ഈ ആത്മാവിനെ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് തന്ന ദൈവം തന്നെ. അപ്പൊ ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു വലിയൊരു എക്സ്ചേഞ്ചിന്, ഒരു വലിയൊരു കാര്യത്തിന് വേണ്ടിയുള്ള അച്ചാരം ഓൾറെഡി നൽകപ്പെട്ടു കഴിഞ്ഞു, അതിന്റെ അഡ്വാൻസ് നൽകപ്പെട്ടു കഴിഞ്ഞു. എഫേസ്യർ എന്ന ലേഖനത്തിൽ വായിക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ആയിട്ടുള്ള തൻ്റെ അച്ചാരമായി വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനെ നാം പ്രാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വായിക്കുക. അപ്പം ഈ ഡീൽ ഉറപ്പിച്ചു കഴിഞ്ഞു. ദൈവം ഈ ഡീൽ ഉറപ്പിച്ചു കഴിഞ്ഞു. ഞാൻ നിന്നെ വീണ്ടെടുക്കും, എൻ്റെ രക്തം ഒഴുക്കപ്പെട്ടത് നിന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണെന്ന് വിശ്വസിക്കുകയും പാപമോചനത്തിനായിട്ട് നീ എന്നിൽ വിശ്വസിക്കുകയും ചെയ്തപ്പോൾ ആ സമയത്ത് തന്നെ നിന്നെ വീണ്ടെടുക്കാനുള്ളവനാണ് എന്നുള്ള നിലയിൽ ആ വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിന്നിലേക്ക് അയക്കുകയും ആ വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിന്നെ മുദ്രയിട്ടുമിരിക്കുന്നു. തൻ്റെ സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തൻ്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം പ്രാപിപ്പാൻ ഇടയായി എന്ന് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3:14 വായിക്കുമ്പോഴും അവിടെ അർത്ഥമാക്കുന്നത് ഇത് തന്നെയാണ്. അബ്രഹാമിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് നിത്യതയോട് ചേർന്ന് ക്രിസ്തുവിൽ നമുക്ക് ലഭിക്കാനിരിക്കുന്ന എല്ലാ ആത്മീയ അനുഗ്രഹത്തെയും ഉദ്ദേശിച്ചാണ്, നിത്യത ഉദ്ദേശിച്ചാണ് അബ്രഹാമിന്റെ അനുഗ്രഹം എന്നവിടെ പറഞ്ഞിരിക്കുന്നതെന്നും ആ അബ്രഹാമിന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്ന കാര്യം ഉറപ്പിക്കുന്നതിന് വേണ്ടി നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം പ്രാപിപ്പാനായിട്ട് ഇടയായി തീർന്നു എന്നുള്ളതും. അപ്പൊ എത്ര യാഥാർത്ഥ്യബോധത്തോടെ നമുക്ക് ചിന്തിക്കാൻ കഴിയും. നമ്മളിവിടെ ഇരുന്ന് ദർശനം കാണുന്നു, അന്യഭാഷ പറയുന്നു, മറ്റു പല കാര്യങ്ങളും പറയുന്നു, എന്നാൽ പ്രത്യാശയില്ലാത്തവരായിട്ട് അങ്ങനെ ഒരു വ്യക്തിക്ക് ജീവിക്കാൻ കഴിയുമോ? കാരണം ഈ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകപ്പെട്ട ആ ഒരു സത്യം തന്നെ അതിൽ ഉദ്ഘോഷിക്കുന്നത് ദ വെരി ഫാക്ട് ദാറ്റ് വി ഹാവ് ബീൻ ഗിവൺ ദ ഹോളി സ്പിരിറ്റ് ഇൻ ഇറ്റ്, ദാറ്റ് ഇറ്റ്സെൽഫ് ഷോസ് that we have an eternity and everything that God has promised in eternity is finalized and fixed and there is no change for that. അതിനൊരു മാറ്റമില്ല, അതിനി ഒരു വ്യത്യാസമില്ല. നമ്മൾ ഈ പറയുന്ന ഭാഷയല്ല, ഭാഷ പറയുന്ന പല ആൾക്കാർക്കും ഈ പ്രത്യാശയില്ല എന്നുള്ളൊരു സത്യം നമുക്കിത് കാണാനായിട്ട് കഴിയും. കാരണം എന്തിനാണ് ഈ പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത്? അത് നമുക്ക് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായിട്ട് നൽകിയേക്കുക, അഡ്വാൻസ് ആയിട്ട് നൽകിയേക്കുക. ദൈവം ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങൾക്കുമുള്ള ഉറപ്പിനായിട്ട് അത് നൽകിയേക്കുവാണ് എന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ എത്ര കാര്യമായിട്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മ നിറവിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ മക്കള് ആ ഒരു അഷ്വറൻസിൽ കടന്നു വരണമെന്ന്. സാത്താൻ ഏറ്റവും അധികം പരീക്ഷിക്കുന്നത് നമ്മുടെ ഈ രക്ഷയുടെ അഷ്വറൻസ്. നമുക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് യോഹന്നാൻ പറയുമ്പോൾ പല നിലകളിൽ നമുക്ക് നിത്യജീവൻ ഇല്ല, ഇനിയും എന്തൊക്കെയോ ചെയ്ത് ഇനിയും പ്രാപിക്കേണ്ട ഒരു കാര്യമാണ് ഈ നിത്യജീവൻ എന്നുള്ളൊരു നിലയിലാണ് സാത്താന്യമായ ഉപദേശങ്ങളെല്ലാം വരുന്നത്. അത് ഇന്ന് പറ്റത്തില്ല, അത് നാളെ പറ്റത്തില്ല, മറ്റന്നാൾ പറ്റത്തില്ല. ഈ നിലയിൽ എന്തൊക്കെയോ ആകാനുണ്ട്, ആയിക്കഴിഞ്ഞാലേ നീ ദൈവവൈതലാവത്തുള്ളൂ. എന്തൊക്കെയോ നീ ആവാനുണ്ട്, അതൊക്കെ ആയിക്കഴിഞ്ഞാലേ ഈ ഉറപ്പ് ലഭിക്കുകയുള്ളൂ. നീ എന്തൊക്കെയോ ആവാനുണ്ട്, അങ്ങ് അതൊക്കെ ആയിക്കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു എന്തൊക്കെയോ അറിയാനുണ്ട്, അത് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഇത് പ്രാപിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറയുന്ന ഫിലോസഫിക്കാരോട് പറയുകയാണ്. ഇനി ഒരു ഫിലോസഫിയുടെ ആവശ്യമില്ല, ഇനി ഒരു പുതിയ പഠിപ്പിക്കലിന്റെ ആവശ്യമില്ല, ഇനി ഒരു പുതിയ ജ്ഞാനത്തിന്റെ ആവശ്യമില്ല, ഇനി ഒരു പുതിയ വെളിപ്പാടിന്റെ ആവശ്യമില്ല. നമുക്ക് നിത്യജീവൻ യേശു കർത്താവിന്റെ ക്രൂശിൽ വിശ്വസിച്ച നിമിഷം തന്നെ നമുക്ക് നിത്യജീവൻ ഉണ്ട്. നിത്യജീവൻ നമുക്ക് നൽകപ്പെട്ടു, അതിന് ഉറപ്പ് നൽകപ്പെട്ടു. നിത്യജീവന് വേണ്ടി നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. നിത്യജീവനെ പിടിച്ചുകൊള്ളുക എന്നൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, അത് ഉറപ്പിച്ചു കഴിഞ്ഞ ഒരു ഡീലാണ്. ഇനി ആരും വന്ന് അതിനെ ഇളക്കി പ്രതിഷ്ഠിക്കേണ്ട ആവശ്യമില്ല, അതിനെ ഇനി മറിച്ചും തിരിച്ചു വിട്ട് അതിനെ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലിന് എന്നേക്കുമായിട്ട് ലഭിക്കുന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു ഉറപ്പാണ്. അവൻ ദൈവത്തിന്റെ മകനാണ്, അവൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു, അവന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അവൻ ഇനിയും ഒരു യാഗവും അതിനുവേണ്ടി ഇനി ആവശ്യമില്ല, ഇനി ഒരു ജ്ഞാനവും അതിനുവേണ്ടി ആവശ്യമില്ല. സകല വാഴ്ചകളുടെ അധികാരങ്ങൾക്കും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. അവനിൽ സകല ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെ നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിരിക്കുന്നു എന്ന് നമ്മൾ കൊളോസ്യർക്ക് എഴുതുവായി.
കൊളോസ്യ ലേഖനത്തിൽ വായിക്കുന്നത്. എത്ര ശക്തമായിട്ടുള്ള ഉറപ്പാ പ്രിയപ്പെട്ടവരെ. ഈ ലോകത്ത് ജീവിക്കുന്ന സമയത്ത് നമുക്ക് ഒരു കാര്യത്തെക്കുറിച്ചും ഉറപ്പില്ല. ഇന്ന് നടക്കേണ്ട കാര്യം, നാളെ നടക്കേണ്ട കാര്യത്തെക്കുറിച്ച് പോലും നമുക്ക് ഉറപ്പില്ല. എന്നാൽ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ഉറപ്പുണ്ട്, നമുക്ക് നിത്യജീവൻ ഉണ്ട് എന്നുള്ള വിഷയത്തിൽ നമുക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളെക്കാളും പ്രധാനപ്പെട്ടതായിട്ട് ഈ ആത്മീയ കാര്യങ്ങളെ കരുതുകയും ഈ നിത്യജീവനെ സംബന്ധിച്ച കാര്യങ്ങളെ കരുതുകയും ദൈവവചനത്തിന്റെ കാര്യങ്ങളെ കരുതുകയും ചെയ്യുന്നതിന്റെ അർത്ഥം തന്നെ, അതിന്റെ ഉദ്ദേശം തന്നെ നമുക്ക് നിത്യജീവൻ ഉണ്ടെന്നുള്ളതിന്റെ ഉറപ്പാ. ഈ നിത്യജീവൻ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ വേസ്റ്റാ. ഇത് മറ്റെല്ലാവരും ചെയ്യുന്ന പോലത്തെ ഒരു ഭക്തിമാർഗം പോലെ രാവിലെ ഇരുന്ന് ഏതാണ്ട് സമാധാനം ഉണ്ടാകാൻ വേണ്ടി ഏതാണ്ടൊക്കെ കേൾക്കുന്നു എന്നല്ലാതെ അതിനേക്കാൾ കൂടുതൽ അർത്ഥമൊന്നും ഇതിനില്ല. എന്നാൽ നിത്യജീവൻ നമുക്കുണ്ട്, നിത്യജീവന് വേണ്ടി വിളിക്കപ്പെട്ടവരാണ് എന്നുള്ളൊരു സത്യം കൊണ്ടാ നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ അർത്ഥവത്തായിട്ട് തീരുന്നത്, ഇതിനൊരു മീനിങ് ഉള്ളത്. പ്രിയപ്പെട്ടവരെ, അത് വളരെ വാചാലമായിട്ട് പറയാനായിട്ട് എനിക്ക് രാവിലെ അങ്ങ് പ്രേരണ വരികയാണ്. എന്നാൽ ഞാൻ എൻ്റെ സമയത്തിൻ്റെ ചുരുക്കം കൊണ്ട് ഞാൻ മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുക. അങ്ങനെ ആ നിത്യജീവനുള്ള ഒരു വ്യക്തിയുടെ വേറൊരു പ്രത്യേകതയാണ് പറഞ്ഞേക്കുന്നത്. നമുക്കറിയാമല്ലോ, പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. 14-ാം വാക്യം, നാം അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു എന്നെഴുതിയേക്ക്. ഒരു ദൈവത്തിന്റെ പൈതലിനെ കർത്താവിനോടുള്ള ബന്ധത്തിൽ കടന്നു വരികയും നിത്യജീവന്റെ ഉറപ്പ് പ്രാപിക്കുകയും ചെയ്ത ഒരു ദൈവത്തിന്റെ പൈതലിന്റെ ദൈനംദിന ജീവിതമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഒരു സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, കർത്താവേ, നീ എൻ്റെ പ്രാർത്ഥനയും യാചനയും കേട്ടതുകൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയും. വർഷങ്ങൾക്ക് മുന്നേ എനിക്ക് ഓർമ്മയുണ്ട്, ഞാനും ബിജോ ബ്രദറും കൂടെ ഞങ്ങൾ ഒരുമിച്ചൊരു ഞങ്ങളുടെ ഒരു വിശ്വാസിയുടെ ഭവനത്തിൽ കടന്നു ചെല്ലുമ്പോൾ അവിടെ ഒരു ദൈവദാസൻ ഇരിപ്പുണ്ട്. അവിടെ കടന്നു ചെന്നപ്പം എന്തെങ്കിലും ഒരു ആലോചന പറയുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ പറയാനായിട്ട് അദ്ദേഹം ഉറങ്ങിയപ്പം അദ്ദേഹം എടുത്തു തുടങ്ങിയ വാക്യം ഈ വാക്യമാണ്: ഞാൻ എൻ്റെ പ്രാർത്ഥനയും യാചനയും കേട്ടതുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നവിടെ എഴുതിയേക്കുക. കാരണം അന്നേരം വരെ എനിക്ക് ഈ വാക്യം വായിക്കുമ്പോൾ എപ്പോഴും ഇതൊരു സ്വാർത്ഥതയല്ലേ പറയുന്നത്. ദൈവം ഇത് ചെയ്തത് കൊണ്ട് ഞാൻ സ്നേഹിക്കുന്നു, ചെയ്തില്ലല്ലോ എന്നാ സ്നേഹിക്കത്തില്ലേ എന്നൊക്കെയുള്ള ഒരു നിലയിൽ അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയാത്ത ഒരു നിലയിലായിരുന്നു ഞാൻ അന്ന് ആ ദൈവത്തിന്റെ ദാസൻ അത് പ്രസംഗിക്കുന്ന സമയത്താണ് എനിക്കതിന്റെ പൊരുൾ എനിക്ക് മനസ്സിലാവുന്നത്. കാരണം ക്രിസ്തീയ ജീവിതത്തിൽ ഒരിക്കൽ തുടങ്ങി നിത്യജീവന്റെ ഉറപ്പ് പ്രാപിച്ച് അവിടെ ഒരു സർവേ കല്ല് ഇടുന്നത് പോലെ ഒരു കല്ല് വിട്ട് സ്ഥാപിച്ച് പിന്നെ ഒരിക്കലും ദൈവത്തിൽ നിന്നുള്ള ഒരു ഡീലിങ് അനുഭവിക്കാൻ കഴിയാത്ത ഒരു അനുഭവത്തിൽ മുന്നോട്ട് പോകുന്നവനല്ല ദൈവത്തിന്റെ പൈതല്. അവൻ ദൈവവുമായിട്ടുള്ള പുതിയ ഒരു ഇടപാട് നിത്യത ലക്ഷ്യമാക്കിക്കൊണ്ടും നിത്യത അടിസ്ഥാനമാക്കിക്കൊണ്ടും പ്രത്യാശ അടിസ്ഥാനമാക്കിക്കൊണ്ടുമുള്ള ഒരു പുതിയ ഡീലിങ് അന്ന് അവിടെ ആരംഭിക്കുക ചെയ്യും. തുടർന്നുള്ള അവന്റെ ജീവിതത്തിലെല്ലാം ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവത്തിൽ നിന്ന് പ്രാപിക്കുകയും ചെയ്യുകയും ദൈവത്തിൽ നിന്ന് ഉത്തരം പ്രാപിക്കുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ആൻസ്വേർഡ് പ്രേയേഴ്സ് ആണ് അവനെ ദൈവവുമായിട്ട് അടുപ്പിക്കുകയും ദൈവം ആരാണെന്ന് ഗ്രഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് നമുക്കറിയാം. പത്രോസ് എഴുതുന്ന 2-ാം ലേഖനത്തിൽ അത് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും അവൻ ദാനം ചെയ്തിരിക്കുന്നുവെന്നും അത് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയാണ് ദൈവം ഇത് നൽകിയിരിക്കുന്നതെന്നും അതുകൊണ്ട് ഈ വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളെ അടിസ്ഥാനമാക്കി വിശ്വാസത്തോട് വീര്യത്തോട് തുടങ്ങി നമ്മൾക്ക് അറിയാം, സഹോദരപ്രീതിയും കൂട്ടിക്കൊള്ളുകയും എന്ന് അവിടെ പറഞ്ഞതിന് ശേഷം പറയാ, ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നു എങ്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾ പരിജ്ഞാനമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കയില്ല എന്നും, ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും അവസാനം വരെ ഉറപ്പാക്കാനും അവന്റെ രാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധി നമ്മൾ പ്രാർത്ഥിക്കുന്നു, ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു എന്നുള്ളത് നമ്മുടെ ചില കാര്യസാധ്യത്തിനായിട്ടുള്ള വഴിയും നമ്മുടെ സ്വാർത്ഥതയുടെ ഒരു വഴി മാത്രമല്ല പ്രിയപ്പെട്ടവരെ. ദൈവം നമ്മുടെ ഒരു മുട്ടുസൂചിയാകട്ടെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളാകട്ടെ, ഏറ്റവും വലിയ ആവശ്യങ്ങളാകട്ടെ, ഇതൊക്കെ ദൈവത്തിന്റെ സന്നിധി വെക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഒരു ദൈവത്തിന്റെ പൈതലിന് അവന് ഭൗതികമായി ചില വിഷയങ്ങളിൽ വിടുതലുണ്ടാകുന്നു എന്നുള്ളത് മാത്രമല്ല അവന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യം. അവൻ ആ ജീവനുള്ള ദൈവവുമായിട്ടുള്ള ഒരു സംബന്ധത്തിലേക്കും ഇടപാടിലേക്കും അവൻ കടന്നു വരികയും ഈ ജീവനുള്ള ദൈവം ആരാണെന്ന് ഗ്രഹിക്കാനും അനുഭവിക്കാനും ദൈനംദിനം അവനെ രുചിച്ചറിയാനും തക്കവണ്ണമുള്ള ഒരു ദിവ്യമായൊരു ബന്ധത്തിൽ അവനായിത്തീരുക പ്രിയപ്പെട്ടവരെ ചെയ്യുന്നത്. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം, എത്ര അനുഗ്രഹിക്കപ്പെട്ട ജീവിതം. നമ്മുടെ പ്രാർത്ഥനകളെ അവൻ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ഒരു ധൈര്യമാണ്.
അത് ധൈര്യം എന്ന് പറയുന്നത് നമ്മുടെ ചില ഭൗതിക ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിലല്ല. കർത്താവെ, ഞാൻ ആയിരിക്കുന്നത് നിന്റെ കൃപയിലാണ്, ഞാൻ ആയിരിക്കുന്നത് നിത്യജീവനിലാണ്, നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുകയും നീ എനിക്ക് ഉത്തരം തരികയും ചെയ്യുന്ന നിലയിലുള്ള ഒരു ബന്ധം നമുക്ക് തമ്മിലുണ്ട്. ഒരു പിതാവിനും മകനും തമ്മിലുള്ള ബന്ധം നമുക്ക് തമ്മിലുണ്ട്. ആൻഡ് അവർ റിലേഷൻഷിപ്പ് ഈസ് നോട്ട് ഇന്ററപ്റ്റഡ് ബൈ എനിത്തിങ് ആൻഡ് ഐ സ്റ്റാൻഡ് ഇൻ ദ ഗ്രേസ് ഓഫ് ഗോഡ് എന്നുള്ള ഒരു ഉറപ്പിൽ പ്രിയപ്പെട്ടവരെ പോകാനായിട്ട് സാധിക്കുന്നത് ഈ പ്രാർത്ഥിക്കുകയും അത് ദൈവസന്നിധിയിൽ പ്രാപിക്കുകയും ചെയ്യുന്ന അനുഭവമാണ്. പ്രിയപ്പെട്ട, ദൈവഹിത പ്രകാരം എന്ത് ചോദിക്കുകയും അത് ദൈവസന്നിധിയിൽ പ്രാപിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവമാണ് നമ്മളെ ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യമുള്ളവരാക്കി തീർക്കുന്നത്. ഇവിടെ യോഹന്നാൻ പറയുകയാണ് നമുക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് എഴുതിയിരിക്കുന്നു. അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. കർത്താവെ, ആ ദൈവകൃപയിൽ ഞാൻ നിൽക്കുകയാണ്. ഈ ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിലും അറിവിന്റെ അടിസ്ഥാനത്തിലും ഇനിയും ഉണ്ടാകാൻ പോകുന്ന വേറെ ഏതെങ്കിലും ഒരു സംഭവത്തിൽ പ്രത്യാശ വെച്ചിരിക്കുകയല്ല. ഈ നീതിയുടെ രാജാവ് പ്രത്യക്ഷനായി സകല മനുഷ്യർക്കുമുള്ള ദൈവകൃപ ഉദിച്ചു, അതിൽ വിശ്വസിച്ചു. ആ കൃപയിൽ ഞാൻ ഇന്ന് കണ്ടിന്യൂ ചെയ്യുകയാണ്. നിത്യജീവനിലേക്കുള്ള ആ വഴിയിൽ അത് അനസ്യൂതം മുന്നോട്ട് പോവുകയാണ്. ഇതിൻ്റെ ഇടയിൽ എനിക്കും എൻ്റെ ദൈവത്തിനും തമ്മിൽ പ്രശ്നമില്ല. അവൻ്റെ വരവിങ്കൽ ഞാൻ അവൻ്റെ സന്നിധിയിൽ കാണുമെന്നുള്ള ഉറപ്പിൽ മുന്നോട്ട് പോകുന്നതായിട്ടുള്ള ഒരു അനുഭവമാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് പ്രാർത്ഥിക്കുകയും അത് പ്രാപിക്കുകയും ചെയ്യുന്നു. എന്ത് അപേക്ഷിച്ചാലും അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു എന്ന് അറിയുന്നുവെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്ന് നാം അറിയുന്നു. സഹോദരന്മാരെ, മരണത്തിനല്ലാത്ത പാപം നമുക്ക് ഓൾറെഡി ദൈവദാസൻ അത് പറഞ്ഞല്ലോ. ഞാനത് ഒരു ദൈവദാസൻ അത് പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്, പല ദൈവദാസന്മാർ പ്രസംഗിക്കുന്നതും കേട്ടിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, ഞാൻ മരണത്തിനുള്ള പാപം ചെയ്തോ എന്നൊരു വ്യക്തി സംശയിക്കുന്നെങ്കിൽ അവൻ അത് ചെയ്തിട്ടില്ല എന്നാ ഒരു ദൈവദാസൻ പ്രസംഗിച്ച്. ഞാൻ മരണത്തിനുള്ള പാപം വല്ലോ എൻ്റെ ജീവിതത്തിൽ പറ്റിയോ, കർത്താവെ നിന്നോടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും വ്യത്യാസം എനിക്ക് വന്നോ എന്നൊരു ദൈവ പൈതല് സംശയിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ്റെ ഉള്ളിൽ ആ മാനസാന്തരത്തിനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിനും സസെപ്റ്റബിളായിട്ടും അതിന് ഓപ്പണായിട്ട് തന്നെയാണ് അവൻ്റെ ജീവിതം ആയിരിക്കുന്നത്. ദർ ഈസ് നോ ഡൗട്ട് ദാറ്റ് ഹി ഈസ് ഇൻ ദ ഗ്രേസ്. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ കർത്താവിന്റെ സുവിശേഷത്താൽ നമ്മളിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് മാനസാന്തരപ്പെടാനുള്ള ഒരു കൃപ ദൈവം നമുക്ക് തരുന്നു എന്നുള്ളതാണ്. മാനസാന്തരം നമ്മളിൽ ഉളവാക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ റോമർക്ക് എഴുതുന്ന ലേഖനത്തിൽ വായിക്കുന്നു, നീ ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ ദയ, ദീർഘശാന്തി, അവന്റെ എന്നിവയുടെ ആ നന്മകളെ നീ നിരസിക്കുന്നുവോ. അപ്പം മാനസാന്തരത്തിലേക്ക് നടത്തപ്പെടുവാൻ കഴിയുന്നു എന്നുള്ളത് ഒരു വലിയൊരു അനുഗ്രഹമാണ് പ്രിയപ്പെട്ടവരെ. ദൈവഹിതമല്ലാത്ത കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമ്മുടെ ഉള്ളം പിടയുന്നു എന്നുള്ളത് ദൈവവുമായിട്ട് നമ്മൾ ബന്ധത്തിൽ നിൽക്കുന്നതിൻ്റെ ഒരു തെളിവാണ്. നമുക്കറിയാമല്ലോ, ഫാദർ ഡാമിയന്റെ ചരിത്രം നമ്മൾ വായിച്ചു കേട്ടിട്ടുണ്ട്. ആദ്യം ഫാദർ ഡാമിയൻ ഹോണോലുലുവിലുള്ള ആ ദ്വീപിൽ അവിടെ കടന്നു ചെല്ലുമ്പോൾ ഒരു കത്തി കൊണ്ടുവന്നിട്ട് ആൾക്കാരൊക്കെ അവരുടെ അവയവങ്ങൾ മുറിച്ചു കളയുന്ന ഒരു കാഴ്ച അദ്ദേഹം കണ്ടത്. അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി. സ്വന്തം ശരീരാവയവങ്ങളെ മൂർച്ചയുള്ള കത്തി വെച്ച് ഇങ്ങനെ മുറിക്കാൻ എങ്ങനെ കഴിയുന്നു? അവർക്ക് ഒരു സൂചി കുത്താൻ നമ്മൾ ഭയപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ സ്വന്തം ശരീരാവയവങ്ങൾ ഇങ്ങനെ വാഴത്തട പോലെ മുറിച്ചു കളയാനായിട്ട് എങ്ങനെയാ കഴിയുന്നത് എന്ന് അദ്ദേഹം അത്ഭുതപ്പെട്ടു. എന്നാൽ പിന്നത്തേതിൽ അദ്ദേഹത്തിന് ഈ രോഗം പിടിച്ചപ്പോൾ മനസ്സിലായി, വേദന അറിയാനുള്ള അത് പോയി. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ ഡോക്ടർ മുരളീധർ ഇത് പ്രസംഗി ഞാൻ കേട്ടിട്ടുണ്ട്, വേദന എന്ന് പറയുന്നത് എന്തൊരു അനുഗ്രഹമാണെന്ന്. കാരണം നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു മുള്ളു കൊണ്ടാൽ നമുക്കറിയുന്നു. എൻ്റെ ഒരു സുഹൃത്ത്, ഇന്നലെ കൊട്ടാരക്കരയുള്ള ഒരു സുഹൃത്ത് മരിച്ചുപോയി. കാരണം അദ്ദേഹം ഹൈലി ഡയബറ്റിക് ആയിട്ട് ഉറക്കത്തിൽ തന്നെ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് അദ്ദേഹം മരിച്ചുപോയി എന്നാണ് പറഞ്ഞു കേട്ട്. അപ്പം ആ ഹൈലി ഡയബറ്റിക് ആയി കഴിഞ്ഞപ്പോൾ ആ വേദന പോലും അറിയാതെ പോകുന്ന ഒരു സാഹചര്യം. പ്രിയപ്പെട്ടവരെ, ഈ ഉള്ളു കുത്തുക, മനസാക്ഷി കുത്തുക, അല്ലെങ്കിൽ തെറ്റ് ചെയ്തു എന്നുള്ള ഹൃദയബോധം ഉണ്ടാകും, ഇതൊക്കെ ഒരു അനുഗ്രഹമാണ് പ്രിയപ്പെട്ടവരെ. അതൊക്കെ ഒരു ഇൻഡിക്കേറ്ററാണ് വെച്ചേക്കുന്നത്, ദൈവം വെച്ചേക്കുന്നത്. ദൈവത്തിന്റെ കൃപയിൽ നമ്മൾ ആയിരിക്കുന്നു നമ്മൾ അറിയാനുള്ള ഒരു ഇൻഡിക്കേറ്ററാണ്. നമ്മുടെ ഹൃദയം ഒരു തിന്മ ചെയ്തിട്ട് വേദനിക്കുന്നില്ലെങ്കിൽ നമ്മൾ സംശയിക്കണം. ഇവിടെ ഇവരുടെ പഠിപ്പിക്കൽ അനുസരിച്ച് അങ്ങനെ ഒന്നും വേദനിക്കേണ്ട ആവശ്യമില്ല. കാരണം
നന്മ തിന്മയും ഒന്നും നമ്മൾ നോക്കണ്ട, ഈ ശരീരത്തിൽ ചെയ്യുന്നതൊന്നും നമ്മളെ ഒരു നിലയിലും ബാധിക്കത്തില്ല എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവിടെ നമ്മൾ വായിച്ചു കേൾക്കുന്നത്, നമ്മൾ കാണുന്നത് മരണത്തിനുള്ള പാപമുണ്ട്, മരണത്തിനല്ലാത്ത പാപം. അതെന്താണെന്നുള്ളത് ദൈവദാസൻ ഓൾറെഡി വിശദീകരിച്ചു കഴിഞ്ഞതുകൊണ്ട് ഞാനത് വിശദീകരിക്കുകയല്ല ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, അതുപോലെ നമ്മുടെ മനസാക്ഷി നമ്മളെ കുത്തുന്ന ഒരു അനുഭവത്തിൽ തിന്മ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന നിലയിലുള്ള നിത്യജീവന് തടസ്സമായി നമ്മുടെ യാത്രയിൽ തീരുന്ന കാര്യങ്ങൾ വരുമ്പം നമ്മുടെ ഹൃദയം തകരുകയും ദൈവസന്നിധിയിൽ മാനസാന്തരപ്പെടാൻ കഴിയുന്നു എന്നുള്ളത് ഒരു അനുഗ്രഹമാണ് പ്രിയപ്പെട്ടവരെ. അപ്പം നമ്മൾ തന്നെ ദൈവവചനത്തിൽ ചില ഭാഗങ്ങൾ വായിക്കും, അതിനുള്ള ഇന്റർപ്രിട്ടേഷൻസ് കേട്ടിട്ടുണ്ടല്ലോ. മാനസാന്തരപ്പെടണമെന്നുണ്ട്, മാനസാന്തരപ്പെടാൻ കഴിയുന്നില്ല, മലകളെ ഞങ്ങളുടെ മേൽ വന്ന് വീഴുവീന്ന് പറയുക. മാനസാന്തരപ്പെടണമെന്നുണ്ട്, മാനസാന്തരപ്പെടാൻ കഴിയാത്ത ഒരു അതിന്റെ ഇന്റർപ്രിട്ടേഷൻ അങ്ങനെ ആണോ എന്ന് എനിക്കറിയില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനിയിപ്പോൾ അത് ഒരു വിഷയമാക്കണ്ട. അപ്പം ആണോന്ന് അങ്ങനെയുള്ള ഒരു അനുഭവം നോക്കിയാട്ടെ, മാനസാന്തരപ്പെടാൻ കഴിയുന്നത് എത്ര വലിയൊരു അനുഗ്രഹമാണ്. അത് ആ ഒരു നിലയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, മരണകരമല്ലാത്ത പാപം എന്ന് പറയുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ വിൽഫുള്ളായിട്ട് റിജക്റ്റ് ചെയ്യുന്ന പാപത്തെ തന്നെയാണ് എബ്രായ ലേഖനത്തിന്റെ പശ്ചാത്തലത്തിൽ നമുക്കിത് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ആ ഒരു വ്യക്തി ആയിരിക്കുമ്പോൾ ആ വിൽഫുള്ളായിട്ട് റിജക്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഒഴിച്ച് ബാക്കി എല്ലാ കാര്യത്തിലും സഹോദരന് വേണ്ടി അപേക്ഷിക്കാനായിട്ട് കഴിയും. നമുക്ക് ചെയ്യാൻ പ്രാർത്ഥന എന്ന് പറയുമ്പം അത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ മുട്ടുസൂചി തൊട്ട് നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം വരെ പ്രാർത്ഥിക്കാനായിട്ട് കഴിയും. എന്നാൽ പ്രാർത്ഥനയുടെ ഏറ്റവും ഹയസ്റ്റ് യൂസ് എന്ന് പറയുന്നത് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത് തന്നെയാണ് എന്നുള്ളതും, അത് കേവലം അവരുടെ ഭൗതിക കാര്യങ്ങളല്ല, മാത്രമല്ല അവരുടെ ആത്മീയ നിലനിൽപ്പിന് വേണ്ടിയും അവരുടെ ആത്മീയ റിസ്റ്റോറേഷന് വേണ്ടിയുള്ള അപേക്ഷയാണ് അതിൽ ഏറ്റവും ഉദാത്തമായത് എന്നും ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കും. അതാ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന് വേണ്ടിയാ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. ശത്രു അവരെ തെറ്റിച്ചു കളയാതെ വണ്ണം പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കാനായിട്ട് സഹോദരങ്ങളെ പ്രബോധിപ്പിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നോക്കിയാട്ടെ, ദൈവത്തിന് ജനിച്ചവൻ ആരും പാപത്തിൽ തുടരുന്നില്ല, അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു എന്നുള്ളത് നമുക്കറിയാമല്ലോ. കർത്താവായ യേശുക്രിസ്തുവിൽ വന്നതിന് ശേഷവും നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകളും കുറവുകളും ഒക്കെ സംഭവിക്കുന്നില്ല എന്നൊന്നും ആർക്കും പറയാൻ കഴിയത്തില്ല. എനിക്ക് എൻ്റെ ജീവിതത്തിലും വീഴ്ചകളും കുറവുകളും സംഭവിക്കുന്നുണ്ട്. എന്നാൽ കർത്താവിനെ സ്വീകരിക്കുന്നതിന് മുമ്പുള്ള അനുഭവത്തിൽ നിന്നും ഇപ്പോഴുള്ള അനുഭവത്തിനും ഒരു വ്യത്യാസമുണ്ട്. നേരത്തെ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിന് മുന്നേ പാപം എൻ്റെ യജമാനനായിരുന്നു എന്നുള്ളതായിരുന്നു അതിന്റെ വ്യത്യാസം. നമ്മൾ റോമർക്ക് എഴുതുന്ന ലേഖനം 6-ാം അധ്യായത്തിൽ വായിക്കുന്ന പോലെ, നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ എന്ന് നമ്മളവിടെ വായിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയും, ആ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും അവനിൽ നിന്ന് പാപക്ഷമ പ്രാപിക്കുകയും ചെയ്യുകയും ചെയ്തതോടുകൂടെ എന്നിലുണ്ടായിട്ടുള്ള വലിയ വ്യത്യാസം എന്ന് പറയുന്നത്, പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല, കർത്താവായ യേശുക്രിസ്തുവിൽ പാപത്തിന്റെ തായ്വേര് മുറിക്കപ്പെട്ടേക്കുക. നമുക്കറിയാം, ചില വൃക്ഷങ്ങളൊക്കെ അതിന്റെ തായ്വേര് മുറിച്ചു കളഞ്ഞാൽ പിന്നെ തായ്വേരെന്ന് ഉദ്ദേശിച്ച് ആ നിലയിലല്ല, അത് മൊത്തം ഉണങ്ങിപ്പോകുന്ന ഒരു നിലയിലേക്ക് എത്താനായിട്ട് എത്തി. എന്നാൽ കുറച്ചു നാളൊക്കെ അത് ഇച്ചിരി പുഷ്പിച്ചും ഇതൊക്കെ നിൽക്കും, ഇല്ലെന്നൊന്നും പറയുമല്ലോ. എന്ന് പറഞ്ഞതുപോലെ പാപത്തിന് നമ്മുടെ മേലുള്ള അധീശത്വം, യജമാനത്വം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് കർത്താവായ യേശുക്രിസ്തുവിലേക്ക് നമുക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട വ്യത്യാസം. കർത്താവിൽ നമ്മൾ വരുന്നതിന് മുന്നേ, യേശു നമ്മുടെ രക്ഷകനും കർത്താവുമാകുന്നതിന് മുന്നേ പാപം നമ്മുടെ യജമാനനായിരുന്നു. പാപം യജമാനനായിരുന്നുകൊണ്ട് ആ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കാനുള്ള പണികളൊക്കെയാ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ നമ്മുടെ യജമാനത്വം മാറാത്തത് കൊണ്ട് പാപത്തിന്റെ അധീശത്വത്തിൽ നിന്ന് നമുക്ക് മോചനമില്ലായിരുന്നു. എന്നാൽ കർത്താവ് അവൻ എൻ്റെ നാഥനും കർത്താവുമായി തീർന്നപ്പോൾ, കർത്താവായ യേശുക്രിസ്തു അവൻ എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് ഞാൻ വിശ്വസിച്ചപ്പോൾ സംഭവിച്ച കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ യജമാനൻ കർത്താവായ യേശുക്രിസ്തുവായിട്ട് തീർന്നു. അല്ലെങ്കിൽ കൃപയുടെ അധീനതയിലേക്ക് കർത്താവായ യേശുക്രിസ്തുവിൽ നീ നിന്റെ പാപങ്ങൾ എത്ര കടുഞ്ചുവപ്പായിരുന്നാലും ഹിമം പോലെ ഞാനതിനെ വെളുപ്പിക്കും എന്നുള്ള ഒരു അഷ്വറൻസിലേക്ക് കടന്നു വരികയും, ഇനി പാപത്തിന് എന്നെ അടിമയാക്കാൻ കഴിയാതെ വണ്ണമുള്ള ഒരു ഫ്രീഡത്തിലേക്ക് കർത്താവിനെ കൊണ്ടുവരികയും, കർത്താവിന്റെ കൃപയിൽ നിരന്തരം തുടർന്നു പോകാനുള്ള ഒരു ദൈവികമായിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് ദൈവം എന്നെ കൊണ്ടുവരികയും ചെയ്തു.
നോക്കിയാട് ആ ഒരു കൃപയിലേക്ക് നാം നിൽക്കുന്ന, ഈ കൃപയിലേക്ക് പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. ഇനി എന്തോ കാര്യങ്ങൾ വന്നാലും ക്രിസ്തുവിനുടെ ഈ കൃപയിൽ തന്നെ മാറ്റാൻ കഴിയാതെ വണ്ണമുള്ള ഒരു നിലവാരത്തിലേക്ക് ഈ കൃപയുടെ അധീശത്വം എന്നെ ആക്കി തീർത്തു. ഇനി എപ്പോഴും അത് കർത്താവിന് ആകുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന പോലെ നന്മ ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാനൊക്കെ ശ്രമിക്കും. എന്നാൽ പിന്നെയും ഈ എൻ്റെ ജഡം ഇന്ററപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും, പാപം ഇന്ററപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവത്തിലല്ല. ഇനിയും അത് എന്തൊക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചാലും, ഹിമാലയ പർവ്വതം പോലുള്ള തിന്മ ഒരുപക്ഷെ അതുപോലുള്ള കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന് വീണാലും എൻ്റെ കർത്താവിന്റെ കൃപയിൽ സന്തോഷിക്കാനും, കൃപയാൽ ഞാനൊരു ദൈവ പൈതലാണെന്ന് ആ സമയത്തും പറയാൻ തക്കവണ്ണം ദൈവം എന്നെ ബലപ്പെടുത്തിയ ഒരു കൃപയാണ് ഈ കൃപ എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ദൈവമക്കളുടെ ജീവിതത്തിൽ അവരുടെ പഴയകാല ജീവിത അനുഭവത്തിന്റെ വെളിച്ചത്തിലും വ്യർത്ഥവും പ്രതിപാരമ്പര്യമായുള്ള നടപ്പിന്റെ അനുഭവത്തിലും ഒക്കെ പല കുറവുകളും ഒരുപക്ഷെ ഉണ്ടായേക്കാം. എന്നാൽ ഇന്ന് എൻ്റെ യജമാനൻ പാപമല്ല, എൻ്റെ യജമാനൻ ജഡമല്ല, ന്യായപ്രമാണമല്ല. എൻ്റെ യജമാനൻ കർത്താവാകുന്നത് കൊണ്ട് എനിക്ക് പാപത്തിൽ തുടരേണ്ട ആവശ്യമില്ല. പാപം എൻ്റെ യജമാനനല്ല. എത്ര വ്യക്തമാണ് പ്രിയപ്പെട്ടവരെ! അതിൽ നിൽക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുത്തനും അതിൽ തുടരാൻ കഴിയുകയില്ല. ഒരുവൻ അതിൽ തുടരുന്നുവെങ്കിൽ പാപവും ചെയ്യാം, നമുക്ക് ദൈവത്തെ അന്വേഷിക്കാം എന്നുള്ളൊരു നിലയിൽ ഉപദേശിക്കുന്നെങ്കിൽ, ആ ഒരു നിലയിൽ നിൽക്കുന്നുവെങ്കിൽ അതൊരു ദൈവ പൈതലിന്റെ അടയാളമല്ല, അതൊരു ദൈവ പൈതലിന് പറ്റിയ ഉപദേശവുമല്ല എന്ന് അവിടെ വ്യക്തമാക്കി നമുക്ക് കാണാൻ കഴിയും. നോക്കിയാട്ടെ, അവിടെ നമ്മൾ സകല ലോകവും ദുഷ്ടന്റെ അധീനതയിൽ, ഇതുപോലെ നമ്മളൊരു വാക്യം ഇതേ ഒരു അധ്യായം മുന്നേ നമ്മൾ വായിച്ചു. ദൈവപുത്രൻ പ്രത്യക്ഷമായത് പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. നമുക്കറിയാം, ഈ ലോകം, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം എന്നിങ്ങനെയുള്ളത് ഈ ലോകത്തിൽ അത്രേ പിതാവിങ്കിൽ നിന്നല്ല. നമുക്ക് പാപമില്ല എന്ന് പറയുന്നെങ്കിൽ നമ്മളെ തന്നെ വഞ്ചിക്കുന്നു, നാം അവനെ അസത്യവാദിയാക്കുന്നു എന്നീ കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ചു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലോകത്തിൻ്റെതായിട്ടുള്ള ഒരു ഫിലോസഫി, ഈ ലോകത്തിൽ ശ്രേഷ്ഠമെന്ന് തോന്നുന്ന നിലയിലുള്ള ചില ആശയങ്ങളും കാര്യങ്ങളും അത് ഉപദേശിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിസ്റ്റം, ഒരു ഈവിൾ സിസ്റ്റം ദൈവസഭയ്ക്കും ദൈവികമായിട്ടുള്ള ഉപദേശങ്ങളും വിരോധമായിട്ട് സാത്താൻ പടുത്തുയർത്തി ജനം ഒരിക്കലും പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെടരുത്, വിടുവിക്കപ്പെട്ടവരാണെങ്കിലും മടങ്ങി വന്നവർ പഴയ ആ അടിമത്തത്തിന്റെ അനുഭവത്തിൽ നിൽക്കണമെന്ന് വിചാരിക്കുന്ന ചില ഫിലോസഫികൾ ഈ ലോകത്തുണ്ട്. അങ്ങനെ നമ്മൾ വായിക്കവിടെ ലോകത്തിന് കൂടുതൽ അപ്പീലിംഗ് ആയിട്ടുള്ളത് അതാണ്. ലൗകികമായത് അവർ പ്രസ്താവിക്കുന്നു, ലൗകികമായത് അവർ കേൾക്കുന്നു. അവർ സംസാരിക്കുന്നത് ലൗകികമായതുകൊണ്ട് ആൾക്കാർ അവരെ കേൾക്കുന്നു. നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ല. നമ്മൾ പറയുന്നതിന് ടേസ്റ്റ് പോരാ, നമ്മൾ പറയുന്നതിന് അപ്പീലിംഗ് ഇത് പോരാ. അത് അങ്ങനെ തന്നെ ആയിരിക്കത്തുള്ളൂ. എത്രമാത്രം ഈ സുവിശേഷം അപ്പീലിംഗ് ആക്കാൻ ആരൊക്കെ ശ്രമിച്ചാലും, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്നുള്ളതല്ലാതെ ഇതിനെ വേറെ ഏതെങ്കിലും നിലയിൽ അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്ഡേറ്റ് ചെയ്യാനായിട്ട് കഴിയത്തുമില്ല. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ എന്ന് നമ്മൾ വായിക്കുന്ന വാക്യം പലപ്പോഴും നമ്മൾ തെറ്റായിട്ടുള്ള ഒരു അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിന്റെ യഥാർത്ഥ അർത്ഥം ഈ സുവിശേഷത്തെയും യേശുക്രിസ്തുവിനുള്ള മാതൃകയെയും വ്യത്യാസപ്പെടുത്താനും, അന്നത്തെ ഇത് മാറ്റി ഇന്നത്തെ കോലത്തിനും ഇന്നത്തെ സാഹചര്യത്തിനും ഇന്നത്തെ ഫിലോസഫി അനുസരിച്ച് അതിനെ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയത്തില്ല. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു എന്നാ ദൈവത്തിന് അവൻ. സകല ലോകവും ദുഷ്ടന്റെ അധീനത, ഈ ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നതായിട്ട് കാണുന്നതും സുവിശേഷത്തിനെതിരായിട്ടും സുവിശേഷത്തിന്റെ മർമ്മങ്ങൾക്കെതിരായിട്ടും വ്യാപരിക്കുന്ന ഒരു ബൗദ്ധിക വ്യാപാരം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഉപദേശങ്ങൾ ഉണ്ടായിരുന്നു. പലരും അതിൽ തെറ്റിപ്പോവുകയാണ്. കാരണം നമുക്ക് കൺവീനിയന്റ് എന്ന് പറയുമ്പോൾ ലോകത്തെ ഒരു കൈ പിടിക്കണം, ദൈവത്തെ ഒരു കൈ പിടിച്ചു പോകാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്നാൽ നമുക്കറിയാമല്ലോ, ഈ വിഗ്രഹങ്ങളെ സൂക്ഷിച്ചിരുന്നു എന്ന് പറയുമ്പോഴും ഈ നിലയിലുള്ള വിഗ്രഹങ്ങളാണ് നമുക്കറിയാം ഇതുപോലുള്ള ദൈവത്തെക്കാൾ അധികമായിട്ട് സുവിശേഷത്തെക്കാൾ അധികമായിട്ട് ദൈവികമെന്നും ഒക്കെയുള്ള ഈ ഉപദേശങ്ങളോട് അകന്നുകൊള്ളുവാനാണ് അവിടെ ആവശ്യപ്പെടുന്നത് എന്നുള്ളത് കോണ്ടെക്സ്റ്റ് അനുസരിച്ച് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കും.
പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കട്ടെ. ദൈവം നമ്മളെ ഈ ദിവസങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വെളിച്ചത്തിൽ നടക്കാനായിട്ടുള്ള ആന്തരികമായ ശക്തിയും കാഴ്ചപ്പാടും കൊണ്ട് കർത്താവ് നമ്മളെ നിറയ്ക്കട്ടെ. ഇതൊന്നും ഒരു ബൈബിൾ സ്റ്റഡി കേട്ടതുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ടോ ഉണ്ടാകുന്ന ഒരു കാര്യമല്ല. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങൾ നമ്മുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ കാര്യങ്ങൾ തിരിച്ചറിയാനായിട്ട് കർത്താവ് നമ്മളെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്